അപ്പാരൽ ഡിസൈനിങ് ഓൺലൈൻ പ്രാക്ടിക്കൽ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രാക്ടിക്കൽ ക്ലാസ്സിൽ നമ്മൾ ചെയ്ത് പഠിക്കാൻ പോകുന്നത് ബേസിക് ബോഡീസ് ബ്ലോക്കിൻ്റെ പേപ്പർ പാറ്റേൺ നിർമ്മിക്കുന്ന വിധമാണ്. ബേസിക് ബോഡീസ് ബ്ലോക്ക് എന്താണെന്നും ബേസിക് ബോഡീസ് ബ്ലോക്കിൻ്റെ ഡ്രാഫ്റ്റിംഗ് പ്രൊസീജിയറും കഴിഞ്ഞ തിയറി ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പർ ബോഡി പാർട്ടിനെ കവർ ചെയ്യുന്ന 2 പാറ്റേൺ പീസുകളാണ് ഇന്ന് ഡ്രാഫ്റ്റ് ചെയ്യുന്നത്. അതായത് ഫ്രണ്ട് ബോഡീസും ബാക്ക് ബോഡീസും. ഈ പാറ്റേണിൽ ഡാർട്ടുകൾ മാത്രമേ അടയാളപ്പെടുത്തിയിട്ടുള്ളൂ. സീം അലവൻസോ ഹെം അലവൻസോ ഇവിടെ മാർക്ക് ചെയ്യുന്നില്ല. ഈ ബേസിക് ബോഡീസ് ബ്ലോക്ക് ഉപയോഗിച്ച് വിവിധ സ്റ്റൈലുകൾ നിർമ്മിക്കാം. ഇനി ബേസിക് ബോഡീസ് ബ്ലോക്കിൻ്റെ പേപ്പർ പാറ്റേൺ നിർമ്മിക്കാൻ ആവശ്യമായ അളവുകൾ ഏതെല്ലാമാണെന്ന് നോക്കാം. മെഷർമെൻറ്റ്സ് റിക്വയർഡ്: സെൻറ്റർ ബാക്ക് ലെങ്ത് ഓർ ഫുൾ ലെങ്ത് 40 cm, ചെസ്റ്റ് ഓർ ബെസ്റ്റ് 88 cm, across shoulder 36 cm, waist round 76 cm, shoulder to best point 24 cm, best point to best point 18 cm. ഇനി ഡ്രാഫ്റ്റിങ്ങിലേക്ക് കടക്കാം. ബേസിക് ബോഡീസ് ഡ്രാഫ്റ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ടൂൾസ് ഏതെല്ലാമാണെന്ന് നോക്കാം. ഫ്രഞ്ച് കർവ്, ഹിപ്പ് കർവ്, സ്കെയിൽ, പെൻ, പെൻസിൽ, ഇറേസർ, ഡ്രോയിങ് ഷീറ്റ് എന്നിവയാണ് ഇന്ന് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. 0, 1, 2, 3 എന്ന റെക്റ്റാങ്കിളിൽ നിന്നാണ് ഡ്രാഫ്റ്റിംഗ് തുടങ്ങുന്നത്. ഈ റെക്റ്റാങ്കിൾ വരയ്ക്കുന്നതിനുള്ള പ്രൊസീജിയർ എന്താണെന്ന് നോക്കാം. സ്ക്വയർ അക്രോസ് ആൻഡ് സ്ക്വയർ ഡൗൺ ഫ്രം 0. 0 to 1 equal to half chest plus 6 cm. 0 to 2 equal to waist length. 2 to 3 equal to 0 to 1. 1 to 3 equal to 0 to 2. ഇനി നമുക്ക് റെക്റ്റാങ്കിൾ വരച്ചു തുടങ്ങാം. 0 to 1 എന്നത് ഹാഫ് ചെസ്റ്റ് പ്ലസ് 6 cm ഈക്വൽ ടു 50 cm ആണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. 0യിൽ നിന്നും ഹൊറിസോണ്ടലായി 50 cm നീളത്തിൽ ഒരു ലൈൻ വരച്ച് പോയിൻ്റ് 1 മാർക്ക് ചെയ്യുക. 0 to 2 എന്നത് വേസ്റ്റ് ലെങ്ത് ആണ്. അത് 40 cm ആണെന്ന് നിങ്ങൾക്കറിയാം. 0യിൽ നിന്ന് സ്ക്വയർ ഡൗൺ ചെയ്ത് 40 cm പോയിൻ്റ് 2 മാർക്ക് ചെയ്യുക. പിന്നീട് പോയിൻ്റ് 1ൽ നിന്നും സ്ക്വയർ ഡൗൺ ചെയ്ത് 40 cm പോയിൻ്റ് 3 മാർക്ക് ചെയ്യുക. 0 to 2 ആൻഡ് 1 to 3 ആർ ഈക്വൽ. ഇനി പോയിൻ്റ് 2ഉം 3യും തമ്മിൽ യോജിപ്പിക്കുക. 0 to 1 ആൻഡ് 2 to 3 ആർ ഓൾസോ ഈക്വൽ. ഇപ്പോൾ 0, 1, 2, 3 എന്ന റെക്റ്റാങ്കിൾ കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി ഈ റെക്റ്റാങ്കിളിനെ 2 ഭാഗങ്ങളായി തിരിക്കാം. ഒരു ഭാഗം ബാക്ക് ബോഡീസ് ഡ്രാഫ്റ്റ് ചെയ്യുന്നതിനും മറ്റേ ഭാഗം ഫ്രണ്ട് ബോഡീസ് ഡ്രാഫ്റ്റ് ചെയ്യുന്നതിനും വേണ്ടിയാണ്. കൂടാതെ ചെസ്റ്റ് ലൈനും വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം. ഡ്രാഫ്റ്റിംഗ് പ്രൊസീജിയറിലേക്ക് പോകാം. 0 to 4 ഈക്വൽ ടു 1/4 ചെസ്റ്റ് പ്ലസ് 3 cm ഫോർ ഡ്രാഫ്റ്റിംഗ് ബാക്ക് ബോഡീസ്. സ്ക്വയർ ഡൗൺ ടു മാർക്ക് 5. 0 to 6 equal to 1/4 chest. Square across to mark 7. 6 to 7 is the chest line.
ഇനി 0 to 4 എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. 0 to 1 എന്ന ലൈനിൽ 1/4 ചെസ്റ്റ് പ്ലസ് 3 സെൻറ്റിമീറ്റർ ആയ 25 സെൻറ്റിമീറ്റർ കണ്ടുപിടിച്ച് 4 എന്ന പോയിൻ്റ് മാർക്ക് ചെയ്യുക. ഫോറിൽ നിന്നും സ്ക്വയർ ഡൗൺ ചെയ്ത് 2 to 3 എന്ന ലൈനിൽ 5 എന്ന പോയിൻ്റ് മാർക്ക് ചെയ്യുക. ഫോറും 5ഉം തമ്മിൽ യോജിപ്പിക്കുക. സീറോയിൽ നിന്ന് 0 to 2 എന്ന ലൈനിൽ 1/4 ചെസ്റ്റ് ആയ 22 സെൻറ്റിമീറ്റർ കണ്ടുപിടിച്ച് 6 എന്ന പോയിൻ്റ് മാർക്ക് ചെയ്യുക. അതുപോലെ തന്നെ 1 to 3 എന്ന ലൈനിൽ 1ൽ നിന്നും 22 സെൻറ്റിമീറ്റർ കണ്ടുപിടിച്ച് 7 എന്ന പോയിൻ്റ് കൂടി മാർക്ക് ചെയ്യുക. 6ഉം 7ഉം തമ്മിൽ യോജിപ്പിക്കുക. ഇതാണ് ചെസ്റ്റ് ലൈൻ. ഇനി നമുക്ക് ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും ഡ്രാഫ്റ്റ് ചെയ്യുന്നതിനുള്ള പ്രൊസീജിയർ എന്താണെന്ന് നോക്കാം. 0 to 8 equal to 1/12 chest 4 marking back neck width. 1 to 9 equal to 0 to 8. 0 to 10 equal to 2 centimeter for back neck drop. Draw back neck curve 8 to 10. 1 to 11 equal to 1/12 chest plus 0.5 centimeter for front neck drop. Draw front neck curve by joining 9 and 11. ഇപ്പോൾ നമ്മൾ 6 to 7 എന്ന ചെസ്റ്റ് ലൈൻ വരെയാണ് ഡ്രാഫ്റ്റ് ചെയ്തത്. ഇനി ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും ഡ്രാഫ്റ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. 1/12 ചെസ്റ്റായ 7.3 സെൻറ്റിമീറ്റർ സീറോയിൽ നിന്ന് ബാക്ക് നെക്ക് വിഡ്ത്തിനു വേണ്ടിയും അതുപോലെ തന്നെ 1ൽ നിന്ന് 7.3 സെൻറ്റിമീറ്റർ ഫ്രണ്ട് നെക്ക് വിഡ്ത്തിനു വേണ്ടിയും യഥാക്രമം 8, 9 എന്നീ പോയിന്റുകളായി അടയാളപ്പെടുത്തുക. ഇനി നമുക്ക് ബാക്ക് നെക്ക് ഡ്രോപ്പിന് വേണ്ടി 2 സെൻറ്റിമീറ്റർ 0 to 2 എന്ന ലൈനിൽ അടയാളപ്പെടുത്തി 10 എന്ന പോയിന്റ് മാർക്ക് ചെയ്യാം. എയ്റ്റും 10ഉം ഒരു ഫ്രഞ്ച് കർവിൻ്റെ സഹായത്തോടെ ജോയിൻ ചെയ്യുക. ഇപ്പോൾ ബാക്ക് നെക്ക് ഡ്രോപ്പ് ഡ്രാഫ്റ്റ് ചെയ്തു കഴിഞ്ഞു. അടുത്തതായി ഫ്രണ്ട് നെക്ക് ഡ്രോപ്പിന് വേണ്ടി 1/12 ചെസ്റ്റ് പ്ലസ് 0.5 സെൻറ്റിമീറ്റർ ആയ 7.8 സെൻറ്റിമീറ്റർ 1 to 3 എന്ന ലൈനിൽ 11 എന്ന പോയിൻ്റായി മാർക്ക് ചെയ്യുക. ഇനി 9ഉം 11ഉം തമ്മിൽ ഒരു ഫ്രഞ്ച് കർവിൻ്റെ സഹായത്തോടെ യോജിപ്പിക്കുക.
ഇപ്പോൾ ഫ്രണ്ട് നെക്ക് ഡ്രോപ്പും ഡ്രാഫ്റ്റ് ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. ഇനി ബാക്ക് ബോഡീസിൻ്റെയും ഫ്രണ്ട് ബോഡീസിൻ്റെയും ഷോൾഡർ ലൈനുകളാണ് ഡ്രാഫ്റ്റ് ചെയ്യേണ്ടത്. ഡ്രാഫ്റ്റിംഗ് പ്രൊസീജിയർ എന്താണെന്ന് നോക്കാം. 0 to 12 equal to half shoulder. Square down up to chest line to mark 13. 12 to 16 equal to 1.5 cm for marking shoulder slope. 1 to 14 equal to 0 to 12. Square down till 15. 14 to 17 equal to 12 to 16. Join 8 to 16 and 9 to 17. ഇനി ഷോൾഡർ ലൈൻ ഡ്രാഫ്റ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇതിനായി ഹാഫ് ഷോൾഡർ ലെങ്തായ 18 സെൻറ്റിമീറ്റർ 0-ൽ നിന്നും 0 to 1 എന്ന ലൈനിൽ കണ്ടുപിടിച്ച് 12 എന്ന പോയിൻ്റ് അടയാളപ്പെടുത്തുക. 12-ൽ നിന്നും ചെസ്റ്റ് ലൈൻ വരെ സ്ക്വയർ ഡൗൺ ചെയ്ത് 13 എന്ന പോയിൻറ്റും അടയാളപ്പെടുത്തുക. 12ഉം 13ഉം തമ്മിൽ യോജിപ്പിക്കുക. അടുത്തതായി 1-ൽ നിന്നും 18 സെൻറ്റിമീറ്റർ 1 to 0 എന്ന ലൈനിൽ കണ്ടുപിടിച്ച് 14 എന്ന് മാർക്ക് ചെയ്യുക. സീറോ ടു 12ഉം 1 to 14ഉം തുല്യമാണ്. മുൻപ് ചെയ്ത പോലെ തന്നെ 14 എന്ന പോയിന്റിൽ നിന്നും ചെസ്റ്റ് ലൈൻ വരെ സ്ക്വയർ ഡൗൺ ചെയ്ത് 15 എന്ന പോയിന്റും അടയാളപ്പെടുത്തുക. ഇനി 14ഉം 15ഉം തമ്മിൽ യോജിപ്പിക്കുക. ഇനി ഷോൾഡർ സ്ലോപ്പ് മാർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. 12 എന്ന പോയിന്റിൽ നിന്നും 1.5 സെൻറ്റിമീറ്റർ അളന്ന് 16 എന്ന പോയിന്റ് മാർക്ക് ചെയ്യുക. അതേപോലെ തന്നെ 14 എന്ന പോയിന്റിൽ നിന്നും 1.5 സെൻറ്റിമീറ്റർ അളന്ന് 17 എന്ന പോയിന്റും മാർക്ക് ചെയ്യുക. ഇനി ഷോൾഡർ സ്ലോപ്പായ 8ഉം 16ഉം തമ്മിൽ യോജിപ്പിക്കുക. അതുപോലെ തന്നെ 9 to 17ഉം യോജിപ്പിക്കുക. ഇനി ആം ഹോളും സൈഡ് സീമും ആണ് ഡ്രാഫ്റ്റ് ചെയ്യേണ്ടത്. അതിൻ്റെ പ്രൊസീജിയർ എന്താണെന്ന് നോക്കാം. മാർക്ക് പോയിന്റ് 18 where the chest line 6 to 7 intersect the center line 4 to 5. Take the mid of 15 and 17 and mark A. A to A1 equal to 1.5 centimeter. Complete the curve by joining 17, A1 and 18. Take the mid of 13 and 16 and mark B. Complete the curve by joining 16, B and 18. Measure 1.5 centimeter from point 5 on both sides and mark 5A and 5B. Join 18 to 5A and 18 to 5B for side seam. ചെസ്റ്റ് ലൈൻ ആയ 6 to 7ഉം സെൻട്രൽ ലൈൻ ആയ 4 to 5ഉം ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റിനെ 18 എന്ന് മാർക്ക് ചെയ്യുക. 15 to 17 എന്ന ലൈനിൻ്റെ മിഡ് പോയിന്റ് കണ്ടുപിടിച്ച് A എന്ന് മാർക്ക് ചെയ്യുക.
എയിൽ നിന്ന് ഹൊറിസോണ്ടലായി 1.5 സെൻറ്റിമീറ്റർ അകലത്തിൽ A1 മാർക്ക് ചെയ്യുക. ഇനി ബാക്ക് ആം ഹോൾ കർവ് ഡ്രാഫ്റ്റ് ചെയ്യാൻ പോയിൻ്റ് 13ൻ്റെയും പോയിൻ്റ് 16ൻ്റെയും മിഡ് പോയിൻ്റ് കണ്ട് അത് B എന്ന് മാർക്ക് ചെയ്യുക. 17, A1, 18 എന്നീ പോയിന്റുകൾ യോജിപ്പിച്ചാൽ ഫ്രണ്ട് ആം ഹോൾ കർവും 16, B, 18 എന്നീ പോയിന്റുകൾ യോജിപ്പിച്ചാൽ ബാക്ക് ആം ഹോൾ കർവും ലഭിക്കും. ഇവ ഒരു ഫ്രഞ്ച് കർവിൻ്റെ സഹായത്തോടെ യോജിപ്പിക്കാം. ഇപ്പോൾ ആം ഹോൾ കർവിൻ്റെ ഡ്രാഫ്റ്റിംഗ് പൂർത്തിയായി. അടുത്തത് സൈഡ് സീമാണ് ഡ്രാഫ്റ്റ് ചെയ്യേണ്ടത്. 5 എന്ന പോയിന്റിൻ്റെ ഇരുവശങ്ങളിലേക്കും 1.5 സെൻറ്റിമീറ്റർ വീതം അളന്ന് മാർക്ക് ചെയ്യുക. ഇവയ്ക്ക് യഥാക്രമം 5A എന്നും 5B എന്നും പേര് കൊടുക്കുക. ഇനി സൈഡ് സീം മാർക്ക് ചെയ്യുന്നതിന് 18-5Aയും 18-5Bയും തമ്മിൽ യോജിപ്പിക്കുക. ഇനി ഡാർട്ടുകളാണ് മാർക്ക് ചെയ്യേണ്ടത്. ഡാർട്ട് വരയ്ക്കുന്നതിന് ആവശ്യമായ അളവുകൾ ഇവയാണ്. ഷോൾഡർ ടു ബെസ്റ്റ് പോയിന്റ് 24 സെൻറ്റിമീറ്റർ, ബെസ്റ്റ് പോയിന്റ് ടു ബെസ്റ്റ് പോയിന്റ് 18 സെൻറ്റിമീറ്റർ, ഫ്രണ്ട് വേസ്റ്റ് ഡാർട്ട് വിഡ്ത്ത് 4.5 സെൻറ്റിമീറ്റർ, ബാക്ക് വേസ്റ്റ് ഡാർട്ട് വിഡ്ത്ത് 3.5 സെൻറ്റിമീറ്റർ, ഷോൾഡർ ഡാർട്ട് വിഡ്ത്ത് 2.4 സെൻറ്റിമീറ്റർ. ഇനി ഫ്രണ്ട് വേസ്റ്റ് ഡാർട്ടിൻ്റെ ഡ്രാഫ്റ്റിംഗ് പ്രൊസീജിയർ എങ്ങനെയാണെന്ന് നോക്കാം. മെഷർ 3 സെൻറ്റിമീറ്റർ ഡൗൺ ഫോർ ഫ്രണ്ട് വേസ്റ്റ് ഡാർട്ട് ഫ്രം ദ ബെസ്റ്റ് പോയിന്റ് ആൻഡ് ലേബൽ ഡാർട്ട് പോയിന്റ് ആസ് D. From D, draw a line down till the waistline and mark X. X1 equal to half waist dart width towards left. X2 equal half waist dart width towards right. Join X1, D and X2. ഡാർട്ട് വരയ്ക്കുന്നതിന് മുമ്പ് ഫ്രണ്ട് ബോഡീസിൽ ബെസ്റ്റ് പോയിന്റ് അടയാളപ്പെടുത്തണം. ഷോൾഡറിൽ നിന്ന് 24 സെൻറ്റിമീറ്റർ താഴേക്കും 1 to 3 എന്ന ലൈനിൽ നിന്ന് 9 സെൻറ്റിമീറ്റർ ഉള്ളിലേക്കും എടുത്ത് ബെസ്റ്റ് പോയിന്റ് മാർക്ക് ചെയ്യുക. ബെസ്റ്റ് പോയിന്റിൽ നിന്ന് താഴേക്ക് 3 സെൻറ്റിമീറ്റർ അളന്ന് D എന്ന പോയിന്റ് അടയാളപ്പെടുത്തുക. ഡിയിൽ നിന്ന് താഴേക്ക് വേസ്റ്റ് ലൈൻ വരെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് X എന്ന പോയിന്റ് മാർക്ക് ചെയ്യുക. ഫ്രണ്ട് വേസ്റ്റ് ഡാർട്ട് വിഡ്ത്ത് 4.5 സെൻറ്റിമീറ്റർ ആണെന്ന് നിങ്ങൾക്കറിയാം. ഇനി ഡാർട്ട് വിഡ്ത്ത് അടയാളപ്പെടുത്തുന്നതിനായി ഫ്രണ്ട് വേസ്റ്റ് ഡാർട്ടിൻ്റെ പകുതിയായ 2.25 സെൻറ്റിമീറ്റർ എക്സ് എന്ന പോയിന്റിൻ്റെ ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും അടയാളപ്പെടുത്തി യഥാക്രമം X1 എന്നും X2 എന്നും പേര് കൊടുക്കുക.
ഇനി x1ഉം ഡിയും തമ്മിൽ യോജിപ്പിക്കുക. അതുപോലെ x2ഉം ഡിയും തമ്മിലും യോജിപ്പിക്കുക. ഇപ്പോൾ ഫ്രണ്ട് വേസ്റ്റ് ഡാർട്ട് ഡ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അടുത്തത് ബാക്ക് വേസ്റ്റ് ഡാർട്ട് ഡ്രാഫ്റ്റ് ചെയ്യുന്നതിനുള്ള പ്രൊസീജിയർ എന്താണെന്ന് നോക്കാം. മെഷർ 1 cm റൈറ്റ് ഫ്രം ബെസ്റ്റ് പോയിന്റ് ആൻഡ് ലേബൽ ഡാർട്ട് പോയിന്റ് D. From D, draw a line down till the waistline and mark Y. Y1 equal to half waist dart towards left. Y2 equal to half waist dart towards right. Join Y1, D and Y2. ഇനി ബാക്ക് വേസ്റ്റ് ഡാർട്ട് ഡ്രാഫ്റ്റ് ചെയ്യാം. ഇതിനായി ഫ്രണ്ട് ഡാർട്ടിന് ചെയ്തതുപോലെ ബെസ്റ്റ് പോയിന്റ് കണ്ടുപിടിക്കുക. ബെസ്റ്റ് പോയിന്റിൽ നിന്നും 1 cm അളന്ന് റൈറ്റ് സൈഡിലേക്ക് D എന്ന പോയിന്റ് മാർക്ക് ചെയ്യുക. ഡിയിൽ നിന്ന് താഴേക്ക് വേസ്റ്റ് ലൈൻ വരെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് Y എന്ന പോയിന്റ് മാർക്ക് ചെയ്യുക. ബാക്ക് വേസ്റ്റ് ഡാർട്ട് വിഡ്ത്ത് 3.5 cm ആണ്. ഇനി വേസ്റ്റ് ഡാർട്ട് വിഡ്ത്തിൻ്റെ പകുതിയായ 1.75 cm വൈയുടെ ലെഫ്റ്റ് സൈഡിലേക്ക് അളന്ന് Y1 എന്ന് പേര് കൊടുക്കുക. അതുപോലെ തന്നെ 1.75 cm വൈയുടെ റൈറ്റ് സൈഡിലേക്കും അളന്ന് Y2 എന്ന് മാർക്ക് ചെയ്യുക. ഇനി Y1ഉം ഡിയും തമ്മിൽ യോജിപ്പിക്കുക. അതുപോലെ തന്നെ Y2ഉം ഡിയും തമ്മിൽ യോജിപ്പിക്കുക. ഇപ്പോൾ ബാക്ക് വേസ്റ്റ് ഡാർട്ട് ഡ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഷോൾഡർ ഡാർട്ടാണ് ഡ്രാഫ്റ്റ് ചെയ്യേണ്ടത്. ഡ്രാഫ്റ്റിംഗ് പ്രൊസീജിയർ ഒന്ന് നോക്കാം. ഫൈൻഡ് ദ മിഡ് പോയിന്റ് ഓൺ ഷോൾഡർ ലൈൻ, മാർക്ക് Z. ഡ്രോ എ ലൈൻ ഫ്രം Z directing to best point away by 3.5 cm and mark dart point D. Set Z1 equal to half shoulder dart width towards left. Set Z2 equal to half shoulder dart width towards right. Join Z1, D, Z2. Apply dart allowance for all the dart, front waist, front shoulder and back shoulder. Dart allowance should be approximately half dart width extended in the direction of center line of the dart and joined at the ends. ഫ്രണ്ട് ബോഡീസിലാണ് ഷോൾഡർ ഡാർട്ട് മാർക്ക് ചെയ്യേണ്ടത്. ഷോൾഡർ ലൈനിൻ്റെ മിഡ് പോയിന്റ് കണ്ടുപിടിച്ച് അവിടെ സെറ്റ് എന്ന പോയിന്റ് മാർക്ക് ചെയ്യുക. സെറ്റ് എന്ന പോയിന്റും ബെസ്റ്റ് പോയിന്റും ഉൾപ്പെടുന്ന ലൈനിൽ ബെസ്റ്റ് പോയിന്റിൽ നിന്ന് 3.5 cm അളന്ന് D എന്ന് മാർക്ക് ചെയ്യുക. സെഡും ഡിയും ഒരു സ്ട്രെയിറ്റ് ലൈൻ ഉപയോഗിച്ച് യോജിപ്പിക്കുക. ഫ്രണ്ട് ഷോൾഡർ ഡാർട്ട് വിഡ്ത്ത് 2.4 cm ആണ്. സെഡിൽ നിന്ന് ഷോൾഡർ ലൈനിൽ ഹാഫ് ഷോൾഡർ വിഡ്ത്ത് ആയ 1.2 cm വീതം ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും അളന്ന് യഥാക്രമം Z1, Z2 എന്നീ പോയിന്റുകൾ അടയാളപ്പെടുത്തുക. ഇനി Z1ഉം ഡിയും തമ്മിൽ യോജിപ്പിക്കുക. അതുപോലെ Z2ഉം ഡിയും തമ്മിൽ യോജിപ്പിക്കുക. ഇപ്പോൾ ഷോൾഡർ ഡാർട്ടും പൂർത്തിയായി. അവസാനമായി ഓരോ ഡാർട്ടിനും ഡാർട്ട് അലവൻസ് കൊടുക്കണം. ഇതിനായി
ഡാർട്ടിൻ്റെ സെൻറ്റർ ലൈനിൽ നിന്നും ഏകദേശം ഹാഫ് ഡാർട്ട് വിട്ട് താഴേക്ക് അളന്ന് വരച്ചിട്ടുണ്ട്. എല്ലാ ഡാർട്ടിൻ്റെയും 2 ഡാർട്ട് ലെഗും ഈ പോയിന്റിലേക്ക് ജോയിൻ ചെയ്യുക. Complete the pattern with the required pattern informations. Mark grain lines and required landmarks. ഇനി പാറ്റേണിനെ സംബന്ധിച്ച വിവരങ്ങൾ നമുക്ക് കൊടുക്കാം. സ്ട്രെയിറ്റ് ഗ്രെയിനുകൾ മാർക്ക് ചെയ്യാം. അതുപോലെ തന്നെ ബാക്ക് ബോഡീസിൽ ഓൺ ഫോൾഡും അടയാളപ്പെടുത്താം. സെൻറ്റർ ഫ്രണ്ട്, സെൻറ്റർ ബാക്ക് എന്നിവയും അടയാളപ്പെടുത്താം. ഫ്രണ്ട് ബേസിക് ബോഡീസ് പാറ്റേണിലും ബാക്ക് ബേസിക് ബോഡീസ് പാറ്റേണിലും അടയാളപ്പെടുത്തേണ്ട ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നെയിം ഓഫ് ദ പാറ്റേൺ, സ്പെസിഫൈ ഫ്രണ്ട് ഓർ ബാക്ക്, സൈസ് ഓഫ് ദ പാറ്റേൺ, കട്ട് നമ്പേഴ്സ്, സ്റ്റൈൽ നമ്പർ ഇവയെല്ലാമാണ് രേഖപ്പെടുത്തേണ്ടത്. കൂടാതെ സെൻറ്റർ ഫ്രണ്ട്, സെൻറ്റർ ബാക്ക്, ഓൺ ഫോൾഡ്, ഗ്രെയിൻ ലൈൻസ് എന്നിവയും രേഖപ്പെടുത്തേണ്ടതാണ്. നമുക്ക് ബേസിക് ബോഡീസ് ബ്ലോക്കിൻ്റെ പേപ്പർ പാറ്റേൺ കട്ട് ചെയ്തതിന് ശേഷമുള്ള വ്യൂ എങ്ങനെയെന്ന് കാണാം. എല്ലാവർക്കും ബേസിക് ബോഡീസ് ബ്ലോക്കിൻ്റെ പേപ്പർ പാറ്റേൺ നിർമ്മിക്കുന്ന വിധം മനസ്സിലായി കാണുമല്ലോ. താങ്ക് യു.